ഹത്ത ഡാം ഇതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലിറ്റിൽ റൂ. ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ പോവാണ്. ജസ്റ്റ് അല്ല, ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 3:43. നമ്മൾ ഇവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 1.5 hours എടുക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ സ്ഥലം ഏതാണ്? റൂഹി ഹത്ത പോവാണ്. അപ്പം പോയിട്ട് വരാം. ഓൺ ദ വേ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി വെതറാണ്. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയ വെതർ ആയതുകൊണ്ട് കുറേ ദിവസം കൊണ്ട് എങ്ങോട്ടേലും പോകണം. സൺഡേ നമ്മൾ നോർമലി ജസ്റ്റ് പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ എന്തെങ്കിലും ഷോപ്പിംഗ് വീട്ടിലേക്കുള്ള ഗ്രോസറി അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ പരിപാടിയാണ്. അപ്പോൾ ക്ലൈമറ്റ് നല്ല ആയതുകൊണ്ട് എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിച്ചപ്പം ഹത്ത പോവാന്ന് വിചാരിച്ചു. കുഞ്ഞുമായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഒരു അത്ര ലോങ് പോയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഫുജറ വരെ എനിക്കൊന്ന് ലോങ് പോയിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം വിചാരിച്ചു. കളല്ലേ പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നു. ഇപ്പോ ഇനി 40 minutes കൂടി കാണിക്കുന്നുണ്ട്. ഇത്രയും നേരം വെയിൽ കണ്ടു വന്നത് നമ്മളിപ്പോ ഒരു മഴക്കോളോ ഒരു കാർമേഘമൊക്കെ മൂടിയിട്ട് വേറൊരു വൈബായിട്ടുണ്ട്. നമ്മൾ ഹത്താസോക്ക് പോലീസ് സ്റ്റേഷൻ. ൊരു വീട് നോക്കി നമ്മള് മറ്റേ ഇടുക്കിയിലൊക്കെ പോകാനുള്ള കുഞ്ഞു ഫോട്ടോ പോലെ ആൾക്കാരൊക്കെ പെരുന്നാട്ടിലൊക്കെ ഇങ്ങനെ കോളേജ് ഉണ്ടാവില്ല കുന്നിന്റെ മുകളിൽ നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോ കാണുന്ന അതുപോലുണ്ട്. വേറൊരു വേൾഡിലെത്തിയ പോലെ. നമ്മള് ദുബൈ ആണോന്ന് ചോദിച്ചാ ദുബൈ ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാലും ദുബൈ ആണെന്ന് തോന്നുന്നു. UAE ഇപ്പം നല്ല വെതറാണല്ലോ. അത് ഓൾമോസ്റ്റ് കഴിയാറായി. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ് ഈ ഹത്ത. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ജസ്റ്റ് ഒരു സ്പെഷ്യൽ വൈബാണ് ഇവിടെ. നല്ല ക്ലൈമറ്റാണ്, നല്ല കാര്യമുണ്ട്. ചെറിയ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈവനിങ് ടൈമാണ് നമ്മൾ വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള ടൈമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കവേർഡായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത്. ഒരു ഓൾമോസ്റ്റ് 1.5 hours നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. കയാക്കിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അഡീഷണലായിട്ട് പേയ്മെൻറ്റും അതുപോലെ കുറച്ച് ടൈം കൂടി വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു 1 hour എല്ലാ പ്രോഗ്രാംസും തീർക്കാം. ഇത് ആക്ച്വലി ഇതൊക്കെ എക്സാക്ട്ലി പറഞ്ഞ് തരാനില്ല. പക്ഷേ
കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാണ്. ഇവിടെ ഇങ്ങനെ നടന്ന കുറച്ച് ദൂരേ ഉള്ളൂ താഴേന്ന് ഷട്ടിൽ കയറി മുകളിലേക്ക് പോവാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഷട്ടിൽ കയറിയിട്ട് ഇവിടെ ഞാൻ ഈ വ്യൂ ഇച്ചിരി നന്നായിട്ട് കാണിക്കണം. ഇവിടെ ഷട്ടിൽ ഇത് നമ്മൾ മുകളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. കയക്കിൻ്റെ റേറ്റും പിന്നെ വേറെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളതിൻ്റെ റേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ വന്നപ്പോഴത്തേനും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്നാണ് വന്നത്. കാർ പാർക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് അവിടുന്ന് ഷട്ടിൽ ഇവിടെ ഇതാണ് നമ്മൾ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഒരുപാട് പേരവിടെ കയക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു, സിംഗിളും ഡബിളും. നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ഭംഗിയാണല്ലേ ആ പർവ്വത നിരയ്ക്കുള്ളിൽ ആ ഒരു എന്താ പറയുക ബ്ലൂവോ ഒരു ഗ്രീൻ കളറ് വെള്ളം കാണുമ്പോൾ ഭയങ്കര ഭംഗി. ആ സ്പോട്ടിൽ നിന്നെടുത്ത കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സ് ആയിരുന്നു ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ ഷട്ടിൽ കയറിയില്ലേ, അവിടെ അടുത്ത് തന്നെ ആയിട്ട് വാഷ്റൂം ഏരിയ ഉണ്ട്. അപ്പം അവിടെ ആയിട്ട് ജസ്റ്റ് ഒരു ഫൗണ്ടെയിൻ പോലെ അവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ ഹത്ത ഫോർട്ട് ഹോട്ടലിലോട്ട് വന്നതാണ്. ഇവിടെ EV ചാർജിങ് സ്റ്റേഷനുണ്ട്, അപ്പം അതിലോട്ട് വന്നതാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സൂപ്പർ ചാർജറിലിട്ട് ചാർജ് ചെയ്തിട്ട് തിരിച്ചു പോകാനാണ്. ഒരു നൈസ് ഹോട്ടലാണ്, ജസ്റ്റ് അതും കൂടി എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ.